നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാൻ. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ചാരവശാൽ 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ ലഗ്നത്തിൽ 7ര ശനിയുടെ ദുരിതത്തെ ചെയ്തുകൊണ്ട് ജന്മത്തിൽ നിൽക്കുന്നത് ശനിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന അല്ലെ ജന്മശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ വ്യാഴപ്പിഴവുമുള്ള ഒരു സമയമാണ് ഈ മാസത്തിൽ. അത് കാരണം അത്ര വലിയ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും നിപുണായോഗമുണ്ട്. നിവൃത്തി സ്ഥാനാധിപതി 5-ാം ഭാവത്തിലാണ് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്ന കാര്യത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം നല്ല തൊഴിലിന് യോഗമുള്ള സമയമാണ്. ജോലിയുടെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് അന്വേഷിച്ചാൽ നല്ലൊരു ജോലി കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുമാത്രമല്ല, ചന്ദ്രലഗ്നാധിപതിയെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എങ്കിൽ പോലും 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള പല തടസ്സങ്ങളും വരാനും ബാധ്യതകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അത് കാരണം ശ്രദ്ധിക്കണം. ചിലവ് ജാസ്തി വരാൻ യോഗമാണ്. 12-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 10 രൂപ കിട്ടുമ്പോൾ 20 രൂപ ചിലവ് വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. കാൽപാദത്തിന് വേദന ഉണ്ടാകാനും യോഗമുണ്ട്. അതുപോലെ തന്നെ ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ടൊരു ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചിലപ്പോൾ അതിൻ്റെ പേരിൽ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ, അതായത് മുതിർന്നവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ കാരകോ ഭാവനാശക എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ശത്രുസ്ഥാനത്ത് 6-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ നമ്മളായിട്ടുണ്ടാക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാനായിട്ട് യോഗമില്ലെങ്കിലും പൂർവ്വപുണ്യസ്ഥാനത്ത് നിപുണായോഗം ചെയ്തിട്ട് നിൽക്കുന്ന ആദിത്യനും ബുധനും അവർ ബാധകാധിപതി ശത്രുസ്ഥാനാധിപതി ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളതാണ്. പൂർവികമായിട്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ ശത്രുതയായിട്ട് തടസ്സങ്ങളായിട്ട് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി ചെയ്യുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, പായസം കഴിപ്പിക്കുക, അതേപോലെ ഗണപതി ഹോമം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, ശനിദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം മാറാനായിട്ട്. അല്ലെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ആക്റ്റീവായിട്ടും പ്രവൃത്തിയെടുത്താലും ആ പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതിഫലം നമ്മൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് കാരണം കണ്ടകശനിയിൽ ജന്മശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരം ചെയ്യാനും ക്ഷേത്രദർശനം നടത്താനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. രാഹു 12 നിൽക്കുന്ന നേരം ചെലവ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ധനം നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ വേണം. അവനവൻ ചെയ്യുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാനും യോഗമില്ലെങ്കിൽ പോലും പൂർവികമായിട്ടുള്ള കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള വിഷമം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുന്നതും മേൽപ്പറയപ്പെട്ട ദോഷം വരാതെ ഇരിക്കാനായിട്ട് നല്ലതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും ചെയ്യുന്ന തൊഴിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യാനും യോഗമുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ഉപേക്ഷ വിചാരിക്കാതിരിക്കുകയും ചെയ്താൽ വലിയ ദോഷമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.